നമസ്കാരം. ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം KSRTCക്ക് ലഭിച്ച 113 ഇലക്ട്രിക് ബസ്സുകളും തിരിച്ചു വേണമെങ്കിൽ CMDക്ക് ഒരു കത്ത് കൊടുത്താൽ 24 മണിക്കൂറിനകം തിരികെ കൊടുക്കാൻ തയ്യാറാണെന്ന് ഇന്നലെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ ഒരു സിനിമാ ഡയലോഗ് നമ്മളെല്ലാം കേട്ടതാണ്. സ്മാർട്ട് സിറ്റിയുമായും കോർപ്പറേഷനുമായും ഉണ്ടാക്കിയ ത്രികക്ഷി കരാർ KSRTC പാലിക്കണം എന്ന് മേയർ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഡയലോഗ്. ഈ ഡയലോഗിനിടയിൽ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. ആദ്യം നമുക്ക് അതൊന്ന് പരിശോധിക്കാം. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം കേന്ദ്രം KSRTCക്ക് കൊടുത്തത് 500 കോടി, സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുത്തത് മറ്റൊരു 500 കോടി, തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തത് 135 കോടി, ആകെ 1135 കോടി രൂപ. ഒരു ബസ്സിൻ്റെ വില 1 കോടി രൂപ. 113 ബസ്സിൻ്റെ വില എത്രയായി? ബാക്കി തുക എന്തു ചെയ്തു? ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ കൂടി ഒന്ന് വ്യക്തമാക്കണം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പീക്ക് സമയങ്ങളിൽ നഗരത്തിൽ ഓടിക്കാമെന്നും നഗരത്തിന് പുറത്തേക്ക് മറ്റ് സമയങ്ങളിൽ മാത്രമേ ഓടിക്കുകയുള്ളൂവെന്നും 30% ലാഭവിഹിതം കോർപ്പറേഷന് നൽകാമെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷമാണ് ബസ്സുകൾ വാങ്ങിക്കൊണ്ടുപോയത്. എന്നിട്ട് കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ്. മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതിന് ശേഷം നിരവധി ബസ്സുകളാണ് നഗരത്തിൽ നിന്നും പിൻവലിച്ചത്. ഇത് സ്വകാര്യ ബസ് ഉടമകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇത് നഗരത്തിലുണ്ടാക്കിയ യാത്രാക്ലേശം ചില്ലറയല്ല. 10 രൂപ നിരക്കിൽ ഓടിയിരുന്ന സർക്കിൾ ബസ്സുകളുടെ ചാർജ് ഒറ്റയടിക്ക് 15 ആക്കി. 50% വർധന. അങ്ങനെ സർക്കിൾ സർവീസുകളുടെ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിച്ചു. നഗരത്തിൽ ഓടാൻ പാകത്തിൽ നിർമ്മിച്ചിരുന്ന ബസ്സുകളെ മലയോര മേഖലയിലേക്ക് സർവീസ് നടത്തിച്ചു. ഇലക്ട്രിക് ബസ്സുകളുടെ കൃത്യമായ പരിപാലന സൗകര്യമില്ലാത്ത, അങ്ങനെ ഒരു പരിപാലനം അറിയാത്ത ഡിപ്പോകൾക്ക് കൊടുത്ത് ബസ്സുകൾ മലയോര ജനതയ്ക്കോ നഗരവാസികൾക്കോ പ്രയോജനമില്ലാത്ത വിധം കട്ടപ്പുറത്താക്കി. ലാഭവിഹിതം പോയിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന കണക്ക് പോലും കോർപ്പറേഷന് നൽകിയില്ല. CPM മേയർ നഗരസഭ ഭരിച്ചപ്പോൾ ചോദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കി. ഭരണം മാറിയപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊടുക്കുമെന്ന സിനിമാ ഡയലോഗ് അത് മടക്കി കയ്യിൽ വെച്ചാൽ മതി. കൃത്യമായ ഇടവേളകളിൽ ബസ്സുകളുടെ ബാറ്ററി മാറ്റേണ്ടതാണ്. അതിന് വലിയ ചെലവ് വരും. 28-30 ലക്ഷം വേണ്ടിവരും എന്നാണ് ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞത്. ഒരു ബസ് സർവീസ് നടത്തുന്ന കാലം കൃത്യമായി ഡെപ്രീസിയേഷൻ കണക്കാക്കി ഫണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അത് സാധിക്കൂ. ലാഭം മുഴുവൻ ഊറ്റിയെടുത്ത് തോന്നിയതുപോലെ വകമാറ്റി ചെലവഴിച്ചിട്ട് ആ ബാധ്യത തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തലയ്ക്കടിക്കാനുള്ള കാഞ്ഞ ബുദ്ധി കേരളീയർക്ക് മനസ്സിലാകും. 100 അല്ല 1000 ബസ്സുകൾ കിട്ടിയാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോർപ്പറേഷനുണ്ട്. പണ്ടത്തെ പോലെ 10 രൂപ നിരക്കിൽ കോർപ്പറേഷൻ സർക്കിൾ ബസ്സുകൾ ഓടിച്ചാൽ KSRTCയിൽ കയറാൻ ഒരു പട്ടിയും കാണില്ല. അതുകൊണ്ട് ബസ്സുകൾ തിരിച്ചു കൊടുക്കുന്നതല്ല വിഷയം. ബസ്സുകളോടൊപ്പം ആ ബസ്സുകളുടെ ഡിപ്രീസിയേഷൻ ഫണ്ടും സർവീസ് നടത്താനായി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം വാങ്ങിയ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 500 കോടി രൂപയും കരാർ ലംഘിച്ചതിനുള്ള നഷ്ടപരിഹാരം തുകയും കൂടി തിരിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. എന്നാലേ അത് യഥാർത്ഥ ഡയലോഗ് ആവുകയുള്ളൂ. ഇതൊക്കെ പബ്ലിക്കായി വിളിച്ചു പറയാത്തത് മേയറുടെ രാഷ്ട്രീയ മര്യാദ കണ്ടാണ് എന്ന് കരുതിയാൽ മതി. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുക എന്നതാണ് ഈ ബസ്സുകളുടെ ഉദ്ദേശം. അതൊഴിവാക്കി ഡീസൽ ബസ്സുകൾ വാങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി പുങ്കവൻ്റെ ദീർഘവീക്ഷണം ആളുകൾക്ക് മനസ്സിലാകും. ദില്ലി പോലെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഈ അവസ്ഥ മറ്റു നഗരങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഇനിയും ആയിട്ടില്ല എന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മോട്ടോർ വാഹന നയപ്രകാരം KSRTC നിരത്തിൽ നിന്നും പിൻവലിക്കേണ്ട പഴയ ബസ്സുകളുടെ എണ്ണം 1500-ൽ കൂടുതലാണ്. ഇത്രയും ബസ്സുകൾ പിൻവലിക്കപ്പെട്ടാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന യാത്രാക്ലേശം ചില്ലറയല്ല. ഗ്രാമീണ മലയോര മേഖലകളിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലാകും. ഈ സമയത്താണ് 150 ബസ്സുകൾ വാങ്ങും എന്ന് മന്ത്രിയുടെ സിനിമാ ഡയലോഗ്. ഇതൊന്നും കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോരിത്തരിക്കലുണ്ടാകില്ല. ധൈര്യമുണ്ടെങ്കിൽ 1000 ബസ്സുകൾ വാങ്ങുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുക. അതാണ് ഹീറോയിസം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.